അങ്ങെപ്പോലെ സ്നേഹിച്ചിടാൻ ആവതില്ല ആർക്കുമേ. അങ്ങെപ്പോലെ സ്നേഹിച്ചിടാൻ ആവതില്ല ആർക്കുമേ. സ്നേഹമേ, പ്രേമമേ, നിന്നിൽ ഞാൻ ചേർന്നിടുന്നേ. സ്നേഹമേ, പ്രേമമേ, നിന്നിൽ ഞാൻ ചേർന്നിടുന്നേ. ആരാധന 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 പോലെ ഒത്തിരി മനോഹരമായ സങ്കീർത്തനങ്ങൾ 18-ന്റെ എന്റെ ദൈവമായ യഹോവ എന്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന്റെ നേരെ പാഞ്ഞു ചെല്ലും. എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കും. ആ വചനം പറയാണ്, നീ എന്റെ ദീപത്തെ കത്തിക്കും. അതിന്റെ അർത്ഥം നമ്മുടെ അകത്ത് ദൈവം ഒരു ദീപം വെച്ചിട്ടുണ്ട്. ആമേൻ. തിരുവചനം ഇങ്ങനെ പറഞ്ഞു, ഞാൻ ദാവീദിനൊരു ദീപത്തെ, ഞാൻ അവനൊരു ദീപം കൊടുക്കും. ആമേൻ. അപ്പം നമുക്ക് വേണ്ടി മാത്രമായിട്ട് ദൈവം ഒരുക്കിയ ഒരു പ്രകാശമുണ്ട്. ആമേൻ. ഒരു ലൈറ്റ് ഉണ്ട്. ആമേൻ. അത് ദൈവം അങ്ങ് പ്രകാശിപ്പിച്ചാൽ അതിൻ്റെതായൊരു മഹത്വം, ഒരു ഗ്ലോറിയസ് ആയ അനുഭവം ഉണ്ടാവും. ആമേൻ. സ്തോത്രം. പറയണ, എന്നെ എന്തിനാണ്, എൻ്റെ അകത്ത് എന്താണോ ദൈവം വെച്ചത്, ആ ദീപത്തെ ദൈവം കത്തിക്കും. ആമേൻ. അപ്പൊ എന്തൊക്കെയോ വിശേഷമായതൊന്ന് ദൈവം നിങ്ങളുടെ മേൽ വെച്ചിട്ടുണ്ട്. ദൈവം അതിനെ കത്തിക്കാൻ പോവുകയാണ്. ആമേൻ. അടുത്ത വാക്ക് പറയാണ്, അത് കത്തുമ്പോൾ എൻ്റെ അന്ധകാരങ്ങൾ പ്രകാശമായി മാറും. ചില ഇരുളുകൾ എവിടെയൊക്കെയോ ഉണ്ടെന്ന് നിങ്ങൾക്കും അറിയാം. ആ ഇരുളുകൾ മാറാൻ പോവാ. ദൈവം പ്രകാശമായി നിങ്ങളുടെ അകത്തെ പ്രകാശം ജ്വലിച്ച് ആ ഇരുളിനെ മാറ്റാൻ പോവാ. എനിക്കറിയില്ല, ഈ വചനം പറയുമ്പോൾ എന്തോ ഗുപ്തനിധികൾ നിങ്ങളുടെ അകത്ത് ദൈവം വെച്ചിട്ടുണ്ട്. അതിനെല്ലാം പുറത്തെടുക്കുന്ന നാളുകളാണ്. നിങ്ങളുടേതായ ഒരു ഐഡന്റിറ്റി കർത്താവ് തരും. ദൈവം നിങ്ങളുടെ ദീപത്തെ കത്തിക്കും. അന്ധകാരത്തെ പ്രകാശമാക്കും. ഇത് രണ്ട് സംഭവിക്കുമ്പോൾ അടുത്തൊരു കാര്യമുണ്ട്. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും. ആ കാഴ്ച കണ്ടോ? വലിയൊരു സൈന്യം ആക്രമിക്കാൻ വരുമ്പോൾ ഒറ്റയ്ക്ക് അവരെ നേരിടുകയാണ്. ഭയമില്ല, പേടിയില്ല. ഏത് പ്രതിസന്ധി അതിജീവിക്കാനുള്ളൊരു മനോബലം, ഉൾക്കരുത്ത് ദൈവം വ്യക്തികൾക്ക് തരികയാണ്. പാറ പോലെ ഉറപ്പിക്കുന്ന ദൈവം, പർവ്വതം പോലെ കുലുങ്ങാതെ നിർത്തുന്ന ദൈവം. സ്തോത്രം. എവിടേക്കോ നിങ്ങൾ ഇളകിപ്പോയതാ, പതറിപ്പോയതാ, പക്ഷേ ഒരു ഉറപ്പിന്റെയും സ്ഥിരതയുടെയും ധൈര്യത്തിന്റെയും ഒരഭിഷേകം ദൈവം നിങ്ങളുടെ മേൽ തരാൻ പോവുകയാണ്. നിങ്ങളെ ചിലതെല്ലാം ഇങ്ങനെ ബ്ലോക്ക് ചെയ്തു, അതിനെയെല്ലാം നിങ്ങൾ ചാടിക്കിടക്കാൻ പോകും. ചാടിക്കിടക്കാൻ പോകും. ദാവീദ് പറഞ്ഞു, എൻ്റെ ദൈവത്തെ ഞാൻ മതിൽ ചാടിക്കിടക്കും. എന്നാൽ ഈ യോസഫ് എന്ന് പറഞ്ഞ മനുഷ്യനെ മതിൽ കെട്ടുകയായിരുന്നു ചെയ്തത്. പക്ഷെ പുള്ളി അതിനകത്ത് അവൻ പടർന്നു. സ്തോത്രം. ശത്രു തകർക്കാൻ വേണ്ടി പടുത്തുയർത്തുന്നത് നിനക്ക് വളരാനുള്ള, പടരാനുള്ള ഒരു മാധ്യമമാക്കി ദൈവം തീർക്കും. ഞാൻ ആത്മാവിൽ ഇന്ന് ഈ പ്രഭാതത്തിൽ പറയുന്നു, ചില കോട്ടകളൊക്കെ ഇടിയും, ചില കോട്ടകളൊക്കെ നീ അതിജീവിക്കും. ദൈവം ചിലത് നിന്റെ മേൽ കത്തിക്കാൻ പോവുകയാണ്. യെസ്,
ഈ വചനത്തെ ഉറപ്പോടെ പറഞ്ഞു, എൻ്റെ ദൈവത്തെ അവൻ കത്തിക്കും, എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കും, ഞാൻ ദൈവത്താൽ മതിൽ ചാടിക്കിടക്കും. ആമേൻ. പടക്കൂട്ടത്തിൻ്റെ നേരെ പാഞ്ഞു ചെന്ന് അതിനെ എല്ലാം ഞാൻ അതിജീവിക്കും. ശത്രുനിരകൾ ഒത്തിരി കണ്ട് നീ ഭയപ്പെടേണ്ട, അതിനെ അതിജീവിപ്പാൻ കർത്താവ് സഹായിക്കും. ഞങ്ങളൊരു വാക്ക് പ്രാർത്ഥിക്കാം. യേശുവേ, ഇന്ന് രാവിലെ ഞങ്ങൾക്ക് നൽകിയ നല്ല വചനത്തിനായി നന്ദി പറയും. യേശു, നിൻ്റെ സ്നേഹത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, നീ ഞങ്ങളുടെ അന്ധകാരത്തെ പ്രകാശമാക്കും, നീ ഞങ്ങളുടെ ദീപത്തെ കത്തിക്കും. കർത്താവെ, ഞങ്ങളുടെ ഉള്ളിൽ അങ്ങ് വെച്ചിരിക്കുന്ന ദീപത്തെ, ആ പ്രകാശത്തെ അങ്ങ് ജ്വലിപ്പിക്കും. ഹല്ലേലൂയ കർത്താവെ. കർത്താവെ, അങ്ങയുടെ ബലത്തിൽ, അങ്ങ് നൽകുന്ന ആ പ്രകാശത്തിൽ ഞങ്ങൾ സൈന്യത്തിൻ്റെ നേരെ, ശത്രു സൈന്യത്തിൻ്റെ നേരെ പാഞ്ഞു ചെന്ന് മതിലുകളെ ചാടിക്കടക്കാനുള്ള കൃപ ഇന്ന് പകൽ അങ്ങ് ഞങ്ങൾക്ക് നൽകുന്നതിന് നന്ദി പറയുന്നു കർത്താവെ. ഞങ്ങളുടെ മുമ്പാകെ നിൽക്കുന്ന എല്ലാ ബ്ലോക്കുകൾ യേശുവിൻ്റെ നാമത്തിൽ അങ്ങ് മാറ്റുന്നതിന് നന്ദി പറയും. എല്ലാ തടസ്സങ്ങളെ മാറ്റുന്നതിന് നന്ദി പറയുന്നു. ചില പുതിയ വഴികളെ അങ്ങ് തുറന്നു കൊടുക്കുന്നതിന് നന്ദി പറയുന്നു. വലുതും വിശാലവും സഫലവുമായ വഴികളെ അങ്ങ് ഇന്ന് പകൽ തുറക്കുന്നതിന് നന്ദി പറയുന്നു. ഉറപ്പും ധൈര്യവും സ്ഥിരതയുടെ അഭിഷേകത്താൽ ഇന്ന് പകൽ ഞങ്ങളെ നിറയ്ക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രതിസന്ധികളൊക്കെ നിങ്ങൾ അതിജീവിക്കുമെന്ന് നിങ്ങൾ തന്നെ പറയണം. എൻ്റെ ദൈവത്തെ അവൻ കത്തിക്കും, എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കും, ഞാൻ പടക്കൂട്ടത്തിൽ പാഞ്ഞില്ലും, ദൈവത്താൽ ഞാൻ അതിനെല്ലാം ചാടിക്കിടക്കും. യെസ്. അപ്പോൾ ഇന്നത്തെ ദിവസം ഈ മക്കളെ ഞങ്ങൾ കുടുംബമായിട്ട് അനുഗ്രഹിച്ചു വിടുകയാണ്. ഇന്നത്തെ ഓരോ മണിക്കൂറും ഇവർക്ക് അനുഗ്രഹമായിരിക്കണം. പ്രത്യേകിച്ച് ഡിവൈൻ ഹെൽത്ത് ചിലർക്ക് തരുന്നു, ഡിവൈനായ ചില പ്രൊവിഷൻസ് കർത്താവ് ചിലർക്ക് ഒരുക്കുന്നു. നാളുകളായി നീ പ്രാർത്ഥിച്ച ചില വാതിലുകൾ നിനക്കായി തുറക്കും. ചില നല്ല സർട്ടിഫിക്കറ്റുകൾ, ചില കാത്തിരിപ്പുകളുടെ മറുപടികൾ ഇന്നുണ്ടാകും. യേശുവിൻ്റെ നാമത്തിൽ ഈ ദിവസത്തെ നിന്റെ മക്കൾക്ക് അനുഗ്രഹിച്ചു കൊടുക്കുന്നപ്പോൾ ഞങ്ങളുടെ അഭിഷക്തരായ ഞങ്ങൾ ഈ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു. ഇത് ആവശ്യമുള്ളവർ മാത്രമേ കേൾക്കത്തുള്ളല്ലോ, അത് അവർക്കുള്ള ദൂതാണല്ലോ. അവർ പ്രതിസന്ധികളെ അതിജീവിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളെ പ്രാർത്ഥനയിൽ ഓർക്കുന്നു. പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം എല്ലാ നന്മകളാലും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ശലോം.